നമസ്കാരം. എൻ്റെ പേര് അജ്മൽ ഷാ. LPSAയുടെ കോട്ടയം റാങ്ക് ലിസ്റ്റ് ഉള്ള ആളാണ്. നിലവിൽ ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഏകദേശം ആഴ്ചകൾ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷമാകാൻ പോവുകയാണ്. ഇതുവരെ 14 ജില്ലകളിൽ ജില്ലാ വൈസ് വന്ന റാങ്ക് ലിസ്റ്റിൽ 10ഓളം ജില്ലകളിൽ പോലും ഒന്നാം റാങ്കുകാരന് ഇതുവരെ അഡ്വൈസ് കിട്ടിയിട്ടില്ല. അഡ്വൈസ് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, 8ഓളം ജില്ലകളിൽ കഴിഞ്ഞ വർഷം, അതായത് ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നതിന് മുന്നേ നിലനിന്നിരുന്ന റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് കൊടുത്തിരുന്ന നിയമനങ്ങൾ, അതായത് അഡ്വൈസ് പോലും അപ്പോയിൻമെൻ്റ് ആക്കിയിട്ടില്ല. ആ ഒരു അവസ്ഥയിലാണ് നിലവിലിപ്പോൾ ഗവൺമെൻറ് ഞങ്ങളോട് ഈ ക്രൂരത കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പലവട്ടം ഗവൺമെൻറ്റുമായിട്ടും DGയുമായിട്ടും DDകളുമായിട്ടും ചർച്ചകൾ നടത്തിയിട്ടുണ്ടെങ്കിലും നമുക്ക് അനുകൂലമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള നടപടികളും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഞങ്ങളുടെ റിട്ടയർമെൻറ്റ് വേക്കൻസികൾ നിലവിൽ ഡിപ്ലോയ്ഡ് ആയിട്ടുള്ള ടീച്ചർമാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡിപ്ലോയ്ഡ് ആയിട്ടുള്ള ടീച്ചർമാരെ കൈറ്റിലോട്ടും SSKയിലോട്ടും BRCകളിലോട്ടും ഒക്കെ പുനർവിന്യസിപ്പിക്കുകയാണെങ്കിൽ ഈ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നത്തിന് ചെറിയ രീതിയിലെങ്കിലും ഒരു മാറ്റം വരുത്താൻ സാധിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഗവൺമെൻറ്, നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഉൾപ്പെടെ പറയുന്നത് നിലവിൽ കേരളത്തിൽ ബർത്ത് റേഷ്യോ, ജനന നിരക്ക് വളരെ കുറഞ്ഞ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് 1:13 എന്നാണ് വിദ്യാർത്ഥി അധ്യാപക അനുപാതം. അതായത് 30 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്ന നിലയ്ക്കാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. മിനിസ്റ്റർ പറഞ്ഞ ബർത്ത് റേഷ്യോ കുറഞ്ഞു എന്നൊരു കേസ് വരികയാണെങ്കിൽ പോകെ കാലഘട്ടത്തിൽ നമുക്ക് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ബർത്ത് റേഷ്യോ കുറഞ്ഞതുകൊണ്ടും അധ്യാപക വിദ്യാർത്ഥി റേഷ്യോ 1:30 എന്നത് 1:25 ആക്കേണ്ടതെന്ന്. എങ്കിൽ അത് അങ്ങനൊരു കാര്യം ഇപ്പോൾ ഗവൺമെൻറ് മുന്നിലേക്ക് വെക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ഈ പ്രശ്നത്തിന് ചെറിയ രീതിയിലൊരു സൊല്യൂഷൻ അവർക്ക് കൊടുക്കാൻ സാധിക്കും. കുറേ സ്കൂളുകൾ ഡിവിഷൻ ഫാൾ കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ഈ സമരത്തിൽ, ഞങ്ങൾ ഇന്നലെയാണ് ഈ രാപ്പകൽ സമരം തുടങ്ങിയത്. ഈ സമരത്തിലൊരു റിലേ സത്യാഗ്രഹം പോലെയാണ് ഞങ്ങൾ നടത്തുന്നത്. ഇതിന് അനുകൂലമായിട്ടൊരു നടപടിയോ അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയോ യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ഈ ഇലക്ഷൻ മുന്നിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും ഗവൺമെൻറ് ചെയ്തിട്ടില്ല. അതേസമയം ഗവൺമെൻറ് ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈവൻ ജയിലിലുള്ളവർക്ക് പോലും അവരുടെ ശമ്പളം കൂട്ടി കൊടുക്കുന്നുണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട ഈ മിനിസ്റ്റേഴ്സിൻ്റെ ആണെങ്കിലും MLAമാരുടെ ആണെങ്കിലും അവരുടെ മക്കളെ പഠിപ്പിക്കേണ്ട ആൾക്കാരാണ് നാളെ ഞങ്ങൾ. അപ്പം ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് വർഷങ്ങളോളം ഉറക്കമൊളിച്ച് റാങ്ക് ലിസ്റ്റുകൾ ഫുള്ള് പഠിച്ചു തീർത്ത് റാങ്ക് ലിസ്റ്റ് വന്ന് മെയിൻ ലിസ്റ്റിലും ഷോർട്ട് ലിസ്റ്റിലും ഇൻ്റർവ്യൂ എല്ലാം പാസ്സായിട്ട് ഞങ്ങൾ വന്നിട്ടും ഞങ്ങൾക്ക് നാളെ ഞങ്ങളുടെ സിലബസിൽ ഇല്ലാത്തതായിട്ടുള്ള ഈ സമരമുറകൾ പോലും ഞങ്ങൾ ഇനി പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത വന്നിരിക്കുകയാണ്. ഗവൺമെൻറ് ഇങ്ങനെയാണ് അവരുടെ നടപടികൾ മുന്നിലോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ നാളെ തൊട്ട് നമ്മുടെ PSCയുടെ സിലബസിനകത്ത് സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ഫുട്പാത്തിനകത്ത് എങ്ങനെയാണ് സമരം ചെയ്യേണ്ടതെന്നും അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള സമരങ്ങളാണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് നമുക്ക് അവകാശപ്പെട്ട ജോലികൾ നേടിയെടുക്കേണ്ടതെന്നും ഗവൺമെൻറ് കാണിച്ചു തരുന്ന സിലബസിൽ കൂടെ ഉൾപ്പെടുത്തണം.